ഡൊണാൾഡ് ട്രംപ് വാചകടിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ പിടിച്ചെടുക്കലിൻ്റെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ സകലതും പിടിച്ചെടുക്കുന്നതാണ്. പനാമ കനാൽ ഞങ്ങൾ പിടിച്ചെടുക്കും. പനാമ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തിൻ്റെ കീഴിലുള്ള, എന്നാൽ പണ്ട് അമേരിക്ക തന്നെ നിർമ്മിച്ച കനാൽ പിടിച്ചെടുക്കുന്നതാണ് ട്രംപ് പറയുന്നത്. അതിൻ്റെ ലാഭം മുഴുവൻ കിട്ടുന്നത് ചൈനക്കാണെന്നും അങ്ങനെ ചൈനയ്ക്ക് ലാഭം കിട്ടണ്ട, ഞങ്ങൾ അമേരിക്ക തന്നെ അത് നിയന്ത്രിച്ചോളാമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ കാനഡയെ ഞങ്ങൾ പിടിച്ചെടുത്തിട്ട് അമേരിക്കയുടെ 31th സ്റ്റേറ്റാക്കി മാറ്റും. അതായത് കാനഡയെയും ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ക്യൂബ എന്ന് പറയുന്ന രാജ്യം. അതായത് അമേരിക്കയുടെ മൂക്കിന് താഴെയുള്ള കൊച്ചു രാജ്യമായ ക്യൂബയെ ഭീകരരാഷ്ട്ര പട്ടികയിൽ തന്നെ വീണ്ടും ഉൾപ്പെടുത്താനുള്ള പ്ലാനിലാണ് ട്രംപ്. ക്യൂബ ഭീകരരാഷ്ട്രമല്ലെന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അമേരിക്ക അംഗീകരിക്കുന്നുണ്ട്. അമേരിക്ക അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ക്യൂബ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അതുപോലെ തന്നെ അമേരിക്ക അടുത്തതാണ് ബേ ഓഫ് മെക്സിക്കോ അല്ലെങ്കിൽ മെക്സിക്കൻ ഉൾക്കടലിലൊക്കെ അമേരിക്കയുടെ പേരിലേക്ക് മാറ്റും. പേര് മാറ്റലിൻ്റെ രാഷ്ട്രീയം, അതായത് മോദിജി പണ്ട് അങ്ങനെയായിരുന്നു, പണ്ടല്ല ഇപ്പോഴും അങ്ങനെയാണ്. മോദിജിയെ പോലെ തന്നെ പ്രവർത്തിക്കാനാണ് ട്രംപും തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മോദിജിയുടെ മറ്റൊരു പാത കൂടി ട്രംപ് പിന്തുടർന്നിട്ടുണ്ട്. രേഖയില്ലാത്ത ആളുകളെ പിടിച്ചു പുറത്താക്കും. 7 ലക്ഷം ഇന്ത്യക്കാരെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. രേഖയില്ലാതെ അവിടെ താമസിക്കുന്ന 7 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ എല്ലാം കൂടി അമേരിക്കയെ നശിപ്പിക്കാനായിട്ട് പുറത്തുനിന്ന് ആളാവശ്യമില്ല. ട്രംപ് തന്നെ ആ പണി ഏറ്റെടുത്തിട്ടുണ്ട് നേരിട്ട്. അതുപോലെ തന്നെ ട്രംപ് മുമ്പ് വാക്സിനെതിരെയൊക്കെ പ്രഖ്യാപിച്ച ആളാണ്. വാക്സിനെതിരെ പറഞ്ഞിട്ട് അവസാനം കോവിഡൊക്കെ വന്ന് സീനായിട്ട് നിന്ന ആളാണ്. ഒരു രാജ്യത്തെ എങ്ങനെ നന്നായി നശിപ്പിക്കാം എന്നതിൻ്റെ കാര്യത്തിൽ ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അമേരിക്കയ്ക്കെതിരെ പണിയെടുക്കുന്ന ഏജൻസികൾക്കൊക്കെ ഇനി സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം.